അളിയോ, തിങ്കളാഴ്ച രാവിലെയാണ് നമ്മൾ വിനുവിന്റെ വീട്ടിലോട്ട് പോകുന്നേ. അളിയിലും നിങ്ങൾ രാവിലെ ഇങ്ങ് എത്തണം. ആ ശരി. അതെന്താ അച്ഛൻ എന്നെ കൊണ്ടുപോകാത്തെ? ശരിക്കും ഞാനല്ലേ വിനുവന്റെ വീട് കണ്ടത്? എന്താണ് രണ്ടുപേരും ഡിസ്കഷൻ? തിങ്കളാഴ്ച വിനുവിന്റെ വീട് കാണാൻ പോകുമ്പോൾ ഇവളും കൂടെ വരുന്നെന്ന്. ആ അതിനെന്താ നീ പോരെ? എടാ അതിന് ചില നാട്ടുനടപ്പൊക്കെ ഉണ്ട്. ചെറുക്കൻ്റെ വീട് കാണാൻ പെണ്ണിൻ്റെ വീട്ടുകാരാണ് പോകാറ്. അപ്പം ഞങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ടാൽ പോരെ, പെണ്ണ് അത് കഴിഞ്ഞ് കാണും. അതാ അതിൻ്റെ രീതി. നല്ല പഷ്ട രീതി. അപ്പം നീ പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോഴും പെണ്ണിൻ്റെ കാര്യങ്ങൾ വീട്ടുകാരും നാട്ടുകാരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതിയെന്നാ. കല്യാണം കഴിഞ്ഞാൽ അവളല്ലേ വീട്ടിൽ പോയി താമസിക്കണ്ടേ? അപ്പോൾ അവളല്ലേ ശരിക്കും ആ വീട് ആദ്യം കാണണ്ടേ? പിന്നെ നാട്ടുകണപ്പ് എന്തോന്ന് നാട്ടുകണപ്പ്. വല്ലപ്പോഴും വീട്ടിൽ വരുന്ന ചെക്കന് വീട് കാണണം, പറമ്പ് കാണണം, വീട് എത്ര സെൻറ്റ് ഉണ്ടോ അറിയണം, ഇതെല്ലാം അറിയണം. കല്യാണം കഴിഞ്ഞ് പോയി താമസിക്കേണ്ട പെണ്ണിന് ഇതൊന്നും കാണാനും പറ്റത്തില്ല. അവളെല്ലാം കല്യാണം കഴിഞ്ഞ് കണ്ടാൽ മതി. ചെറുക്കൻ പുറത്തു പോയി കുറേ പരിഷ്കാരം പിടിച്ചോണ്ട് വന്നേക്കുവാ. ഇത് പരിഷ്കാരമൊന്നുമല്ല. പണ്ട് ആരോ ചെയ്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കത് തീരെ പറ്റത്തില്ല. അമ്മോ, വിനുവിൻ്റെ വീട്ടിൽ നീയും പോരെ? എന്താ സംഭവിക്കുന്നത് ഞാൻ നോക്കട്ടെ.